ആദ്യം 4 പിള്ളേര്: രൂബൻ, ശിമയോൻ, ലേവി, യഹൂദ. ഇവൾ അനിഷ്ടയെന്ന് കണ്ടതാ. അപ്പന് വലിയ താല്പര്യമില്ലായിരുന്നു. അതിന് ആ രാത്രി കല്യാണം നടത്തിയപ്പം ആദ്യം ഇവളെ അങ്ങ് കൊടുത്തു. എന്തോ നിങ്ങൾ രണ്ടുകൂടെ പറയാനേ? എൻ്റെ പ്രസംഗം തെറ്റിയെന്നായിരിക്കും. ഒരു ആട്ടെ, ഞാനും അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. പിന്നെ അച്ഛൻ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ പോരല്ല, ഞാനും പറയണ്ടേ. അപ്പൊ ശ്രദ്ധിക്കുക, രൂപന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മനോനിർണയം. അപ്പൊ ലേയ അനിഷ്ടയെന്ന് കണ്ടു, അപ്പൻ കണ്ടു അനിഷ്ടയെന്ന്. അപ്പന് വലിയ തൃപ്തിയില്ല. അതുകൊണ്ടല്ലേ രാത്രി കല്യാണം നടത്തിയപ്പോ അനിയത്തിയെ കാണിച്ചേച്ച്. അല്ല, അങ്ങനെ നമ്മുടെ എല്ലാവരും ചെയ്ത ആൾക്കാരുണ്ട്, ഉണ്ട്. ചിലപ്പോ ഇതിനകത്ത് കാണുമായിരിക്കാം. പിന്നെ സഹിക്കുകയല്ലാതെ അച്ഛൻ പറഞ്ഞ് വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച എല്ലാവരും തടിയുടെ കുരിശുമായിട്ട് വരാൻ. ഒരുത്തം വന്നില്ല, എന്തിയടാ കുരിശ്? പെമ്പളെ പൊക്കി കാണിച്ചതാന്ന് പറഞ്ഞു. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ ഈ ലേയ അനിഷ്ടയാ. അപ്പന് തൃപ്തിയില്ല, അനുജത്തേക്കും വലിയ തൃപ്തിയില്ല. അനിയത്തി ആരാ? റൈസൽ ആൻറ്റി. റൈസൽ ഇതുപോലൊരു അഹങ്കാരി, പിടിവാശിക്കാരി, തന്നിഷ്ടക്കാരി. ഇവള് യാക്കോബിനെ ഒരിക്കൽ ഭീഷണിപ്പെടുത്തി, എനിക്ക് പിള്ളേരെ തന്നില്ല ഞാൻ ചാകുമെന്ന്. ആത്മഹത്യ. അങ്ങനെയുള്ള ചില സഹോദരിമാരുണ്ട്. ചിലര് ഭർത്താവിനെ പേടിപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മിണ്ടുകാലിപ്പം. പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. ഞാനും ഉണ്ട്. ഭർത്താവിനെ പേടിപ്പിച്ച് വെച്ച് കതക് വലിച്ചടച്ച് അകത്തോട്ട് കയറി കുത്തി കിട്ടും. ഇവൻ അവിടെ പേടിച്ചിരിക്കുക, അവള് സുഖമായിട്ട് കിടന്നുറങ്ങുക. പക്ഷേ ദൈവം വിടുകയല്ല. ഒടുവിൽ കണക്കും പലിശയും കൊടുത്ത് നിന്നെ പിടിക്കും. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. റൈച്ചലിന് താല്പര്യമില്ല. ആ മനുഷ്യ അപ്പന് വലിയ തൃപ്തിയില്ല, കെട്ടിയ ഭർത്താവിനും വലിയ തൃപ്തിയില്ല. പക്ഷേ ദൈവം ലേയായെ ഓർത്തു. അവൾ അനിഷ്ടയെന്ന് കണ്ടപ്പോൾ ഗർഭഫലത്തെ ദൈവം അങ്ങോട്ട് തുറന്നു. മൂത്തവൻ രൂബേൻ, രണ്ടാമത്തവൻ ശിമയോൻ, മൂന്നാമത്തവൻ ലേവി, നാലാമത്തവൻ യഹൂദ. യഹൂദ ജനിച്ചപ്പോൾ ലേയ പറയുകയാ, ഞാൻ ഇനി യഹോവയെ സ്തുതിക്കും.